നിങ്ങൾ രണ്ടാളും ന്യൂ ഇയർ ആയിട്ട് എവിടെ പോയത്? ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങള് രണ്ടാളും കൊച്ചി കണ്ടിട്ടു. മറണ്ടേവില് എന്താ പരിപാടി. ഞങ്ങളൊരാഗ്രഹമായിരുന്നു ഇപ്രാവശ്യം കൊച്ചി പോയിട്ടൊന്ന് അടിച്ചു പൊളിച്ച് കലക്കാരന്. ജി അങ്ങോട്ട് പോവാതെ ഇവിടെ ഇങ്ങനെ നിന്ന കുത്തിച്ചാരിക്കാണ്ട് പൈസ ചെലവാവും. ഞങ്ങള് വെക്കാണ്ടേ ഈ കൊല്ലം അടിച്ചാണ്ട് പൊളിച്ചു. ഞമ്മളെ നാട്ടിലാവുമ്പോ ഇത് എല്ലാരും അറിയും, അവിടെ ആകുമ്പോ ഒരു മനുഷ്യനെ അറിയില്ല. ഈ കൊല്ലത്തോടെ കുടിയും പാലിയും പുള്ളു നിർത്തി ഇനി ഇത് തുടരൂലട്ടാ. ഇങ്ങനെ വിളിച്ചു മാണ്ടങ്ങള് ഞാൻ നിർത്തല്ലോ വംശോ. ബീവറേജ് പൂട്ടും, സർക്കാർ വല്ല വസ്റ്റീകരം. എല്ലാ കൊല്ലത്തിലും ഇങ്ങനെ പറയും പറഞ്ഞ് പെരണ്ടാക്കണ പോയി നിർത്തുന്നുള്ളേ. ഈ കാലം വരെ നിർത്തിയിട്ടില്ലല്ലോ. ഓനേതായാലും നിർത്തിക്കണു. ഞമ്മളുണ്ടാവുകൊണ്ട് വിട്ടാലോ? എന്ത് ഞാനേ തമാശ പറഞ്ഞ അവിടെ വിശ്വസിച്ചു തീർക്കാം. എപ്പോ പോണോ? എവിടുന്ന വരണേ? പള്ള വലുതായിക്കണല്ലോ. ഇന്ന് വല്ല പരിപാടി ഉണ്ടായില്ല? പരിപാടി ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരു കുതിരാൾ എന്നോട് പറയണില്ലേ. അല്ല ബീരാക്കാളെ കുറെ ആളും കാറും ഒക്കെ കൊടുക്കണ്ടല്ലോ. അയാളെ മരിച്ചോ? അയാള് മരിച്ചിട്ടുള്ള ഉണ്ടേ. അതിന് പറഞ്ഞു കൂടെ നടക്കണ്ട. അയാളെ പേരക്കുട്ടിന്റെ കല്യാണ നിശ്ചയാണോടാ. പടച്ച റബ്ബേ, അതും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ മഹലിൽ നടന്നൊരു പരിപാടിയും കൂടിയാണത്. അവിടെ ആരെ കല്യാണം വെച്ചാവും ഞാനാ? വീരാക്കാനെ പേരക്കുട്ടികളെ കെട്ടിച്ചാണെന്നായിരിക്കല്ലോ. അയാളെ വലിയ മോനെ കുട്ടീന്റെ കല്യാണ നിശ്ചയാണ്. അയാളെ വലിയ മോന സുക്കൂറല്ലേ, പിന്നെ പെണ്ണല്ലുള്ളത്. പെണ്ണിനുണ്ട് കുട്ടികളെ കെട്ടിച്ചാനയക്കണ്. അയാൾക്ക് സുക്കൂറിനെക്കാണ്ട് വലിയൊരു മോനുണ്ട്. മോൻ ചെറുപ്പത്തിൽ നാടിട്ടതാണ്. 5ാം ക്ലാസ്സിൽ എന്റെ ഒപ്പം പഠിച്ചതാണ്. ഞാനും ഒരു ക്ലാസ് പഠിച്ചു. അങ്ങനത്തെ ഒരു മോണ്ടോ? എന്നിട്ട് എവിടെയെന്നും എത്ര കാലം? നിങ്ങൾ ഗൾഫിലല്ലായിരുന്നോ? അതോടെ നിങ്ങൾക്ക് അറിയാത്ത ആ ചെക്കൻ പറഞ്ഞേ നാടിട്ട് പോയതാണ് രാജസ്ഥാനിക്ക്. അവിടെ എന്തൊക്കെയോ ജോലി ചെയ്ത് കാണുന്ന ജീവിക്കായിരുന്നു. ഇവിടെ ഈ തന്ത അടങ്ങാറാക്കിട്ടേ പെരയിലുള്ള പൊനൊക്കെ എടുപ്പിച്ച് നല്ല തച്ച് പൊനടിപ്പിച്ചു. അങ്ങനെ കൂടി അടങ്ങാറായിട്ട് അന്ന് ആ ചെക്കൻ പോയിട്ടുണ്ട്. അങ്ങനൊക്കെ ആ ചെക്കനെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല. വേറൊരു കോലാണ്. വീരാങ്കാനെ കുട്ടികളാണെന്ന് തോന്നുന്നില്ല. ഏട്ടാ സുക്കൂറിന്റെ പെണ്ണുങ്ങളെ വൈത്താലേ ഒരു പെണ്ണുണ്ടായിരുന്നു മൂക്ക കുത്തിക്കാണി. എന്തോ രസമുള്ള പെണ്ണ്. അത് ഓന്റെ പെണ്ണുങ്ങളെ കയറില്ല. എന്നാല് മൂക്കുത്തിയതേ ഓന്റെ പെണ്ണുങ്ങൾ തന്നെ ഇക്കാറോ. ഇജ്ജ് അബ്ബാസിനെ കണ്ടിട്ടില്ലല്ലോ. എന്താ ഓൻ ഗ്ലാമർ അറിയിച്ച്. ഇജ്ജോനെ പറ്റി ഇങ്ങനെ പറഞ്ഞിക്കൊന്നും വേണ്ട. ഓൻ കുറ്റിയും പറിച്ച് 5 കായില്ല വന്നാണേക്കാരം. ആ തന്തനെ നേരാക്കാൻ വേണ്ടിട്ട് ആ പെണ്ണിനെ കെട്ടിച്ചാനേക്കുള്ളോ. ഇജ്ജ് പോന്റെ പഠിച്ചതാന്ന് പറഞ്ഞു. ഓന്റെ കുട്ടീനെ കെട്ടിച്ചാനായി. അനക്കൊരു കുട്ടി ചെയ്യല്ലോ. എന്താ കാര്യം? നിങ്ങളെ പറഞ്ഞ ഞാൻ ടെൻഷനാക്കല്ലേ. ആ വിഷമം തന്നെ എനിക്കുള്ളത്. നിങ്ങളൊന്ന് തോർക്കോണ്ടി. ഞാൻ തോർന്നിട്ടൊന്നും കാര്യമില്ല. ഇജ്ജ് വിചാരിച്ചാൽ തന്നെ അതൊക്കെ നടക്കുള്ളൂ. അബ്ബാസ് എവിടുക്കാ പോയിക്കണ്ടടി? ഓനെന്ന് രാവിലെ മുതൽ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഓന് കോട്ടയക്ക് പോയതാണ്. ആ രാജസ്ഥാനിൽ നിന്നീനിൽ ആ സ്ഥലത്തുനിന്ന് 10-25 ആള് വരുന്നുണ്ട്. അപ്പൊ റൂം അന്വേഷിച്ചുകാണ്ട് പോയതാണ്. അതേതായാലും നന്നായി നബീസോ. ഇവിടെ ഇപ്പൊ എല്ലാവരും കൂടി നിൽക്കാനും പറ്റൂലല്ലോ. ഓരിപ്പോ കല്യാണത്തിന് 2 ദിവസം മുന്നേ വരുന്നുണ്ടാവും. അതേ കാര്യം ഇപ്പൊ റൂമൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അല്ലപ്പാ നിങ്ങൾ രണ്ടാളും കല്യാണത്തിന് ബൊമ്പ് ഇങ്ങനെ പറയണ്ടല്ലോ. അത് കഴിച്ചാൽ ഓന്റെ അടുത്ത് കായ് എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചേക്കണോ? ഇന്റെ അടുത്തൊന്നും ഇല്ലട്ടോ, എന്നോട് ചോദിച്ചത്. ഓ പറഞ്ഞത് കാര്യം തന്നെയാണ്. കായിന്റെ കാര്യം എന്തേലും അബ്ബാസ് എന്നോട് പറഞ്ഞിരുന്നോ? കല്യാണം ആക്കി വെച്ചിട്ടുണ്ടെങ്കിലേ നല്ല പൈസ വേണ്ടി വരും കേട്ടോ. പൈസ ഒക്കെ ഓന്റെ അടുത്തുണ്ട്. ബാങ്കിലേക്ക് ഏൽക്കും. നിങ്ങളെ ഏൽപ്പിച്ചാണ് അവൻ പറഞ്ഞത്. ഇപ്പാക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞ അബ്ബാസ്. അങ്ങനെയാണെങ്കിലേ ഇപ്പ എനിക്കും വാങ്ങി തരട്ടോ. അതിലേക്ക് കുറച്ച് പൈസ എനിക്കും വന്ന് എന്തൊക്കെ ചെലവുണ്ടാവും. ഇന്റെ അടുത്ത് ₹1 ആ ഓൻ പൈസ തെറ്റ സുക്കൂറെ. എന്റെ കാര്യം ഞാൻ ഓനോട് പറഞ്ഞോണ്ട് കുറച്ച് പൈസ ചെലവല്ല എനിക്ക് ഉണ്ടാവുള്ളൂ. കുറച്ചൊക്കെ ഇജ്ജും കൂട്ടിക്കോ. കാനോന്റെ കുട്ടിന്റെ കല്യാണല്ലേ. ഓന്റെ കല്യാണം തന്നെ ഞമ്മക്ക് കൂടാൻ പറ്റിയിട്ടില്ല. ഓന്റെ മോളെ കല്യാണേലും ഞമ്മക്കൊന്ന് ഉഷാറാക്കി നടത്തണം. ചെറുപ്പത്തിൽ എന്റെ കുട്ടി നാട് വിട്ട് പോയതുകൊണ്ട് ഇച്ച് വലിയ സങ്കടം ഉണ്ടായിരുന്നു. ഓൻ വന്നപ്പോഴാണേ ചെറിയൊരു സന്തോഷം വന്നത്. ഓന്റെ അടുത്ത് കായില്ലെങ്കിലേ ഈ കല്യാണം ഇന്റെ അടുത്ത് നുള്ളി പൊറുക്കി ഉണ്ടാക്കിക്കാണ്ടേലും ഞാൻ വലിയ പമ്പിൽ നടത്തും. നിങ്ങളിപ്പോ ഉള്ളതൊക്കെ കൂടി നുള്ളി പെറുക്കിക്കാണ്ട് ഓന്റെ കല്യാണത്തിന് കൊടുക്കാൻ നിൽക്കല്ലേ. എനിക്കൊരു കുട്ടി വലുതായി വരുന്നുണ്ട്. ഓളയും കെട്ടിച്ചണ്ടേ. ഓനത് കായ് ഇല്ലാന്ന് ഓൻ പറയുകയാണെങ്കിലേ അപ്പൊ എന്തെങ്കിലും കൊടുത്താൽ മതി ചെറുതായിട്ട്. അന്റെ കുട്ടീനെ കെട്ടിച്ചാനൊന്നും ആയിട്ടില്ലല്ലോ സുക്കൂറെ. ആവുമ്പോഴല്ല അപ്പൊ അള്ള എന്തേലും വജ്ജ അതിന് കണ്ടിട്ടുണ്ടാവും. സുക്കൂറ ഇന്റെ അപ്പേ എന്റെ വല്ലിപ്പ എന്നോട് ഇടക്കിടക്ക് പറഞ്ഞിരുന്നു അകലെ കണ്ട് തൊഴണം എന്നാലേ കരക്ക് പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂന്ന്. അപ്പൊ ഇപ്പൊ തന്നെ എന്റെ കുട്ടിനെ കെട്ടിച്ചാലുള്ള പൈസ പണിയെടുത്ത് കുറച്ചിട്ട് ഉണ്ടാക്കിക്കോ. ഇന്നെ മാത്രം കണക്കൂട്ടി നിൽക്കണ്ട ചിട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാൻ പള്ളിയേക്ക് ബാങ്ക് കൊടുക്കാനൊക്കെ അവിടെ ഇറങ്ങിയേ. ബാവിലൊക്കെ പൂട്ടി ഇറങ്ങി. ഇവിടെ ആരും ഇല്ലേ? പെണ്ണുങ്ങളും മരുവളും നാട്ടിൽ പോയതാണ്. എനിക്ക് പോക്ക് നടക്കൂല. ആ വെള്ളിയ ജുമാ ദിവസം ഞാൻ പോവാതിരിക്കുകയാണ്. ഉസ്താദേ, ഞാൻ വന്നതേ എന്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. 10-18 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ എനിക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. എന്റെ ഒപ്പം ഉള്ളവർക്കൊക്കെ 2-3 കുട്ടികളായി. പല ചികിത്സ ഞാൻ ചെയ്തു. ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞേ നിങ്ങളൊന്ന് കണ്ടാൽ മതി, നിങ്ങൾക്ക് യൂനാനി ചികിത്സ ഉണ്ട് എന്നുള്ളത്.
അപ്പൊ ഇങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കുഞ്ഞാണിച്ച അങ്ങനത്തെ ചികിത്സ ഒന്നുമില്ല. പിന്നെ ഇപ്പൊ നമ്മളാ മമ്മീദിന്റെ ചെക്കനെ ഇപ്പം എൻ്റെ ഇത് വന്നി ഇതേ കാരണം പറഞ്ഞേക്കാണ്. അവന് 15 കൊല്ലം അയക്കുന്നതാണ്. അപ്പൊ ഞാൻ ഒരു മരുന്ന് കൊടുത്തിരുന്നു, അത് ഫലം കണ്ടേക്കണോ. ഇപ്പൊ 3 മാസം അയക്കുന്നതാണ് എൻ്റെ ഇത് വന്നിരുന്നു. ഓൻ തന്നെ എന്നോട് പറഞ്ഞേ ഗഫൂറേ, ഞാൻ പിന്നെ ഇങ്ങോടെ പറയേ അതിന് കുറേ പഥ്യങ്ങളൊക്കെ ഉണ്ട്. പുക വെച്ചവർക്ക് പറ്റൂല, ഉറക്ക് വല്ലാതെ പോകാർക്ക് പറ്റൂല, പിന്നെ ഇരുന്ന് ഇങ്ങനെ സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും പറ്റൂല. അതൊക്കെ ഇല്ലെങ്കിൽ ഒരു 3 മാസം തുടർച്ചയായിട്ട് ആ മരുന്ന് കുടിച്ചാൽ അതിന്റെ ഫലം കാണും. പിന്നെ ചിലതൊക്കെ ചൊല്ലി പറയാനുള്ളതുണ്ട്, ഞാൻ ഉള്ളതാണ് പറയാം. ആ വകയെ ദുശീലങ്ങളൊന്നും എനിക്കില്ല. നിങ്ങൾ പറഞ്ഞ പഥ്യത്തിനൊക്കെ ഞാൻ നടന്നോളാം. എന്നാ നിങ്ങളെ ആ മരുന്ന് ചെല്ലി പറയാൻ എന്താ വെച്ചാലേ അതൊന്നും എഴുതി തന്നാലേ ഞാൻ ഒരു 3 മാസം ചെയ്തു നോക്കട്ടെ. ചെയ്താൽ ഫലം കിട്ടും. ഞാൻ ഇപ്പൊ ഞാനേ പള്ളിയിലേക്ക് ഇറങ്ങാണ്. ഈ യേശസ്കാരം കഴിഞ്ഞിട്ട് പെരീക്കുക. അപ്പൊ ഞാൻ ഒരു മട്ടം പോലെ എഴുതി തരാം, അത് എങ്ങനെയൊക്കെ കുടിക്കേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടാ. ആ അമ്മ അബ്ബാസ അതാ അവിടെ ഇരിക്കേ. കല്യാണക്കാരിയൊക്കെ എവിടെ എത്തി? ഏകദേശം ആയോ പറച്ചില്? കല്യാണം പറച്ചിലൊക്കെ ഏകദേശം കഴിഞ്ഞിക്കണു. അവിടെ ചുറ്റുവട്ടത്തൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ അവിടുത്തെ കുടുംബത്തില് അളിയാൻക്കും സുക്കൂറൊക്കെ പോയി പറഞ്ഞു. ഇവനാണെങ്കിലോ കുടുംബങ്ങളൊന്നും അറിയില്ലല്ലോ പറയാനൊന്നും. പിന്നെ ഇപ്പൊ ഞാൻ പോകുന്നത് നമ്മളെ കുടുംബത്തിൽ എല്ലായിടത്തും ഒന്ന് പറയണം, എവിടെയും ഒഴിവാക്കണില്ല. അതേതായാലും നന്നായി. നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒന്ന് കൂടേണ്ടത് നല്ലതാണ്. ഇവന്റെ കല്യാണം തന്നെ ആരും കൂടിയിട്ടില്ല. എന്നാ ഇവന്റെ കുട്ടീന്റെ കല്യാണേലും എല്ലാരും ഒന്ന് കൂടിക്കോട്ടെ. നിങ്ങളിപ്പോ മന്ന നേരം ശരിയല്ല. ഞാനൊരു കുടിരിക്കലിനെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. എന്നാലും ജയ് കുടിരിക്കല് കഴിഞ്ഞിക്കാണ്ട് വേഗം വാ. അപ്പോത്തിന് ഞാൻ സൈനവാനും കൂട്ടിക്കാണ്ടേ നമ്മളെ അയൽവാസികളോടൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അപ്പോക്കിന് ഞാൻ കുടിരിക്കല് കഴിഞ്ഞിട്ട് വരും ചെയ്യാം. എന്നിട്ടേ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിക്കാണ്ട് നമുക്ക് കുടുംബത്തിലൊക്കെ ഒന്ന് പോയി പറയാം. അല്ല എന്താ പന്റെ ഈ കോലം? ഇതൊന്നും മാറ്റാനായിട്ട് എനിക്ക് കജ്ജും ഒരു ചരട്, കാതിലൊരു കമ്മല, കൗത്തിലൊരു മാല, ഇനി ഒന്നും ഇടാൻ എനിക്ക് ഇതൊക്കെ ഒഴിവായിക്കാണ്ട് ആ മനുഷ്യന്റെ കോലത്തിലൊന്നും നടക്കേ. കല്യാണമല്ലോ, 4 ആൾക്കാർ കൂടുണ്ടാണ്. മണ്ണെന്ന് പിന്നെ ഞാൻ പറയത്തന്നെ ആദ്യം വന്നിട്ടല്ലേ ഉള്ളു വെച്ചിട്ടാണ്. അവിടുത്തെ സ്റ്റൈൽ ഇങ്ങനെയാണ് കാക്ക, ഞാൻ മാറ്റാൻ വിചാരിച്ചിരുന്നു. ഓ വന്നന്ന് തുടങ്ങിക്കണു. ഞാനും അളിയാക്കി ഓന്റെ കോലൊക്കെ ഒന്ന് മാറ്റാൻ പറിച്ചില്. ഹലോ. അല്ല എത്തപ്പോ മരോട് മട്ടം പെരിയിലൊക്കെ അതിന്റെ കഥയൊന്നും പറയണ്ടല്ലേ മാനോ. നമ്മളെ ഭക്ഷണം ഓക്ക് പറ്റൂല. എന്നിട്ട് ഓളുണ്ടാക്കുകയാണ് ഓക്ക് വേണ്ടത്. ഞാൻ ഒരു ദിവസം അതൊന്ന് തൊള്ളിക്ക് വെച്ചോക്കി. ഒരു ഉപ്പും പുളിയൊന്നും ഇല്ലാത്ത ഒരു സാധനം. ഓലെ ഭക്ഷണ രീതി അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്ക് മാണ്ട എന്താ വെച്ചാ ഓൾ ഉണ്ടാക്കി തിന്നോട്ടെ. ഞാൻ എന്നാലേ ആ കുടിയിരിക്കലിന് എളുപ്പം പോയി വരട്ടാ. എവിടക്ക പോവാ? ഞാൻ കല്യാണം പറിച്ചില്ലാന്നേ. നിങ്ങൾ എവിടുക്ക ഈ ഭാഗത്തേക്ക്? ഞാൻ ആ മേജിയിൽ വെക്കണേ ഒരു കേട്ട് താഴെ നോക്കാണ്ട്, അതിന് പോവാണ്. ഞായറാഴ്ച ഇപ്പൊ പേരക്കുട്ടിന്റെ കല്യാണമാണല്ലോ. അപ്പൊ ഞാൻ കല്യാണം പറയാൻ വേണ്ടി നിങ്ങളെ കുടിയും കൂടി കണ്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. അവിടെ പോയിട്ട് കാര്യമില്ല. മലയോളം പെണ്ണുങ്ങളൊക്കെ അവിടെ നാട്ടിൽ പോയിക്കണു. കല്യാണം ഇവിടുന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അബ്ബാസിനോട് സൂചിപ്പിച്ചിരുന്നു കല്യാണത്തിന്റെ കാര്യം. നിങ്ങളെ കണ്ട് പറഞ്ഞേക്കണോ? എന്നാ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എന്റെ കുട്ടി വന്നതിന് ശേഷേ വലിയ സന്തോഷമാണ്. ഓനെ ഞാൻ ചെറുപ്പത്തിലേ കുറെ പണിയൊക്കെ എടുപ്പിച്ചിക്കാണ്ട് കുറെ ദ്രോഹിച്ചിരുന്നു. അങ്ങനെ എൻ്റെ കുട്ടി അടങ്ങാറോട് രാജ്യം വിട്ടു പോയതേന്ന്. ഇപ്പോഴാണ് ഓൻ കൊണ്ട് വന്നത്. നിങ്ങൾക്ക് ആ പഴയ കഥകളൊന്നും അറിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ. ഓൻ്റെ കല്യാണേ ഇച്ച് കഴിച്ചാൻ കൂടിയിട്ടില്ല. പേരക്കുട്ടിൻ്റെ കല്യാണേലേ ഉസാറായിട്ട് കഴിച്ചണം എന്നാണ് വിചാരിച്ചിട്ടത്. ഞാൻ ഓനെ പള്ളിക്ക് വെച്ച് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പണിക്കാരൻ ഇന്ത്യക്കാരെ കൊടുത്ത് പറ്റാച്ചിരിക്കുകയാണ്. ഓൻ്റെ ആ കജമല കെട്ടും, ഓൻ്റെ ആ മുടിയുടെ കോലും ഒരു കൗത്തിലെ ചരടും ഒക്കെ ആയിട്ട് കണ്ടപ്പോ അപ്പൊ ഞാൻ ഓനെ മുഴിച്ചിക്കാണ്ട് ദിവസം പറഞ്ഞു, ഇങ്ങനെ ഇതൊന്നൊക്കെ ഒന്ന് ഒഴിവാക്കി കാണ്ടിന്ന് പറയാൻ പറ്റിയോടെ നമ്മ പറയാലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനാണ്, നല്ല മലയാളം പറയുന്നുണ്ട്, വീരാക്കാനെ മോനാണ്. അപ്പൊ ഞാൻ തലയിൽ വെച്ചിട്ട് അത് ഓൻ്റെ അവിടുത്തെ ആ കോലാണ്. ഞാനും പെണ്ണുങ്ങളും കുറെ പറഞ്ഞേക്കൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റുകൊണ്ടിരുന്നേ. ദീനായിട്ട് അവിടുന്ന് ഒന്നും പഠിച്ചിട്ടില്ല. ഒന്നാമത് അതാണ്. ഏതായാലും അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയും വേണം. നിങ്ങളേ കുട്ടികളൊക്കെ കൂട്ടിക്കാണ്ട് എല്ലാവരും നേരത്തെ തന്നെ കല്യാണത്തിന് വരണം കേട്ടോ. നമ്മളെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. ഓൻ പറഞ്ഞില്ലേ? ആളെ കണ്ട് വർത്താനം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിക്കണം ഓ ആള് സാധുവാണ്. ദീനിന്റെ കാര്യമൊക്കെ അതൊക്കെ അങ്ങനെ പഠിഞ്ഞോളും, ശരിക്കും മനസ്സിലായിക്കോളും കേട്ടോ. പിന്നെ കല്യാണത്തിന് നേരത്താണ് വരണ്ട്. എന്നാ ഞാൻ പോട്ടെ. കുറെ സ്ഥലത്ത് കല്യാണം പറയാണ്ട്. ഓനപ്പോ എടുക്കും കല്യാണം പറയാൻ പറഞ്ഞേക്കാൻ പറ്റൂല. ഓൻ ആരെയും അറിയില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും.
അല്ല അബ്ബാസ് ഇജി ഫോണുമ്പോ കളിച്ചുകൊണ്ടിരിക്കുക ആ ഓഡിറ്റോറിയത്തിൽ ഒന്ന് പോയൊക്കെ അവിടെ പണിക്കാരെ എത്തൊക്കെ കാട്ടി കൂട്ടിക്കണമെന്നാവോ ഇജി ഇപ്പാനെ മാത്രം കണക്കാക്കല്ലേ. ഉമ്മ ഞാൻ അവിടെ പോയിരുന്നേ, ആ മാനേജറെ കണ്ടു. ജോലിക്കാരും എത്തിയിട്ടില്ല എന്നാ പറഞ്ഞത്. നാളേക്കുള്ള അല്ല വൈകിട്ടാ വരിക പറഞ്ഞത്. നാക്കട രാജസ്ഥാനിന്ന് ഓളെ കൂട്ടക്കാരൊക്കെ വരുന്നില്ലേ? ഓര് ഇങ്ങോട്ടല്ലേ വരിക? അവരിന്ന് എത്തും. അവർക്ക് കോട്ടക്കൽ ടൂറിസ്റ്റ് സ്റ്റോപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ അവിടെ ഉണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്നാ ഒരു വരവുണ്ടാവില്ലല്ലേ ഇങ്ങോട്ട്? അവരിങ്ങോട്ട് വരില്ല, രാവിലെ ഓഡിറ്റോറിയത്തേക്ക് എത്തും. പിന്നെ ഉമ്മ, ഇവിടെ ഇനി ആരെവിടെയും നമുക്ക് കല്യാണം പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പാനോട് പറഞ്ഞ് ഏൽപ്പിക്കണം. എനിക്ക് എല്ലാവരെയും അറിയില്ല. എടാ ഇജ എന്റെ മുടി ഒന്ന് വെട്ടിക്കാണ്ട് ആ കൗത്തിലെ മാരിയും വാലയൊക്കെ ഒന്ന് ഒഴിവാക്കേ. നാളെ നിക്കായിന് ഇരിക്കാനുള്ളതാണ്. ഇപ്പാന്റെ കൂട്ടുകാരന്മാരൊക്കെ മൂലിയന്മാരാണ്, ഓർക്ക് ഇതൊന്നും പറ്റൂല. ഉമ്മ, രാജസ്ഥാനിലെ മോഡൽ ഇതാണ്. ഞാൻ ഇങ്ങനെയൊക്കെ അവിടെ നടക്കലേ. ഇവിടെ വന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോഴേ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മോഡലൊക്കെ ഒന്ന് മാറ്റണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മാരൊക്കെ ഇപ്പൊ തന്നെ പെയ്ക്കോ, വൈകുന്നേരം പല തിരക്കും ഉണ്ടാവും, അപ്പൊ എനിക്ക് ഒഴിവുണ്ടാവില്ല. ഒരാൾ കൂടി ഉണ്ടായിരുന്നു. റേറ്റോ? ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്യാം. താടി ഒന്ന് സേവ് ചെയ്യാനായിരുന്നു കേട്ടോ. അപ്പോ ആ തെങ്ങിന്റെ മണ്ടിയൊക്കെ നോക്കാം. ഇന്ന് കാഴ്ചന മാതിരി കാഴ്ചനുണ്ട് തേങ്ങ. 50,000 റുപ്യ കിട്ടാതെ എനിക്ക് പാട്ടത്തിന് തരൂല. ആചാര്യ, കഴിഞ്ഞ പ്രാവശ്യം 25 നിങ്ങൾ എനിക്ക് തന്നത്. പ്രാവശ്യം ഞാൻ 35 റുപ്യ പറഞ്ഞില്ലേ, അതിലേറെ എനിക്ക് ഒക്കൂല. അപ്പോ എനിക്ക് ഒക്കാതെ ഇരിക്കൂല. കഴിഞ്ഞ കുറിയത്തിലേറെ തേങ്ങക്ക് വിലയുണ്ട്, തേങ്ങയും കൂടുതലുണ്ട്. ഈ പറഞ്ഞ സംഖ്യക്ക് എനിക്ക് ഒക്കുള്ള ആചാര്യ. അത് കൂലിച്ചെലവൊക്കെ യാസ്തിയാണ്. ഏതായാലും നിങ്ങൾ ആലോചിച്ചിട്ട് വിളിക്കും. എനിക്കൊരു തീറ്റ പരിപാടി ഉണ്ട്. എവിടെ എനിക്ക് പരിപാടി? പോ നമ്മളെ ബീരാൻഖാന്റെ പേരക്കുട്ടിന്റെ കല്യാണാണ്. നിങ്ങൾക്കില്ലേ? കല്യാണൊക്കെ ചുണ്ട്. ഇജ്ജ് അത് വിചാരിച്ചിട്ട് ആട് വണ്ടി ചെല്ലണ്ട. അപ്പൊ ഇജ്ജത് അറിഞ്ഞിട്ടില്ലേ ആ വീരാക്കാരുടെ മോൻ നാടിട്ടൊക്കെല്ലോ? തന്നെ ഓൻ ഇന്നലെയും കൂടി ഞാൻ അങ്ങാടിയിൽ കണ്ടല്ലോ. ഓൻ പിന്നെയും രാജ്യം വിട്ടോ? ഓൻ വന്നേനെ ഞാൻ വിചാരിച്ചേക്കണു. ഓൻ ഇന്നും മുങ്ങുന്നുള്ളത്. ഓൻ ആ പെണ്ണിനെ ബീരാനെ ഏൽപ്പിച്ചു ഓൻ പോയതല്ലേ. ഒരു പെൺകുട്ടിനെ ഇറക്കി വിടാനേ എത്ര ചെലവ് അറിയോ? അതും ആ തന്തന്റെ പെദ്ദിലിട്ടിക്കാണ്ട് ഓൻ പോയില്ലേ. ഏതായാലും ആചാര്യ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് അറിയട്ടെ. ഏതായാലും വെച്ച ബിരിയാണി ബാക്കിയാണ്ട് അജി പോയി തിന്നോ. ഇവിടെ വന്നിരിക്ക. ഓഡിറ്റോറിയത്തിൽ ആൾക്കാർ വരാനായില്ലേ? അബ്ബാസിനെ പറ്റി വലിയ വിവരമുണ്ടോ? എന്ത് വിവരം കുഞ്ഞാനെ? ഒരു വിവരമില്ല. ഓന്റെ ഫോണൊക്കെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. ഇനി എവിടെ വെച്ചിട്ട് നമ്മൾ അന്വേഷിക്കുക. ശരിക്കും പോയി എപ്പോഴാ പോയത്? ഓൻ താടി മുടി നന്നാക്കാൻ വേണ്ടി ബാർബർ ഷോപ്പിക്ക് പോയിക്കൊള്ളുന്ന ഇമ്മ പറഞ്ഞത്. പിന്നെ അന്വേഷിച്ചോൾ തിരിച്ചു പേരേക്ക് വന്നിട്ടില്ല. ഓന്റെ പെണ്ണുങ്ങളോടും ഓന്റെ കുട്ടികളോടും ചോദിച്ചിട്ട് ഓരോരുത്തൊരു വിവരമില്ല. ഞാൻ ഇങ്ങനെ വർത്താനം കേൾക്കണ്ടേ, ഓനടുത്ത് പൈസ ഒന്നും ഇല്ലാണ്ട് പോയതാണെന്നുള്ളത്. അതിൽ വല്ല സത്യം ഉണ്ടോ? അതൊക്കെ ആൾക്കാർ വെറുതെ പറയണ കുഞ്ഞാനെ. ഓനെ ഇപ്പാനെ പൈസ കൊടുത്ത് ഏൽപ്പിച്ചേക്കണു. ഇന്റെ അടുത്തും ചെലവ് ചെയ്യാൻ കുറച്ച് പൈസ തന്നിക്കണു. അല്ലാതെ കായില്ലാഞ്ഞിട്ട് ഓൻ മുങ്ങിയതൊന്നല്ല. ഓന് വേറെന്തോ പ്രശ്നമുണ്ട്. അതെന്താന്ന് ആർക്കും അറിയില്ല. ഇന്ന് എന്റെ സംശയം ഞാൻ പറയട്ടെ. ഓൻ ബോംബെയിലും അവിടെയും ഇവിടെയൊക്കെ നിന്നീന്. വല്ല പൈസന്റെ ഇടപാടുണ്ടായിട്ടേ അവിടുന്ന് ഏതെങ്കിലും ടീം ഇവിടെ വന്നുകാണ്ടേ ഓനെ തട്ടിക്കൊണ്ടിട്ടുണ്ടാവട്ടാ. എന്തായാലും എനിക്ക് ആലോചിച്ചിട്ട് ഒരു അന്തം കിട്ടണില്ല. ഇപ്പൊ ആണെങ്കിൽ പെരയിൽ ആകെ ടെൻഷനായി കുത്തിരിക്കാണ്. ഇമ്മി അങ്ങനെ തന്നെ. എന്തപ്പോ ചെയ്യാ? എന്തായാലും നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോവാ. അവിടെ ഒരു കംപ്ലൈന്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓഡിറ്റോറിയത്തേക്കാണ് പോവാ. ഇങ്ങോട്ട് വാ. എന്തിപ്പോ പോകാൻ വിളിച്ചാൽ എന്നോട് വരാൻ പറഞ്ഞു. കല്യാണം ഓഡിറ്റോറിയത്തിനകത്ത് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇന്ന് സുഖമില്ല ഉണ്ടോ? അത് ബെജായൊന്നുമില്ല. ഇന്റെ അബ്ബാസിനെ ഇന്നലെ മുതൽ കാണാതായിക്കുന്നു. ഇന്ന് ഓന്റെ കുട്ടീന്റെ കല്യാണാണ്. ഓനിപ്പോ ഈ പണി ഈ നേരത്ത് കാട്ടുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതിപ്പോ ഞാനും അറിഞ്ഞേക്കണു. അതിനപ്പുറത്ത് നിങ്ങൾ ബേജാറായേണ്ടത്. നിക്കായിനെ നിങ്ങൾക്ക് കൈ കൊടുക്കാരാ? ഇത് വല്യപ്പയാണല്ലോ. ഓൻ വരുന്നു വന്നോട്ടെ. അതൊക്കെ ഇച്ചാരോ ഉസ്താദെ. നിക്കാനെ ഞാൻ കജ്ജെടുത്താലും ശരിയാവുന്നുള്ളതൊക്കെ. എന്നാലും എന്റെ കുട്ടി ഈ നേരം വെച്ച് കാണ്ട് ഇവിടുന്ന് പോയല്ലോ. പണ്ടൊരു കാലത്ത് ഓൻ ഇതേമാതിരി പോയതാണ്. ഇപ്പൊ ഓൻ വന്നപ്പോ ഇച്ചൊരു സന്തോഷം ഉണ്ടായിരുന്നു.
അതൊക്കെ പാടെ തല്ലി കെടുത്താണ് ഓൻ പിന്നെയും പോയിട്ടുണ്ട്. ഒരക്ഷരം ഓ ഒരാളോട് മുണ്ടിയിട്ടുമില്ല. എന്താ പോവാൻ കാരണം എന്നാവോ? ഓൻ പോയപ്പോഴേ എന്നോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഓന്റെ പെണ്ണുങ്ങളിലല്ല ഇവിടെ നിൽക്കണു, ഓളോട് ഓൻ പറഞ്ഞിട്ടില്ല. നല്ലൊരു സംഗതി അവനാന്റെ പേരിൽ നടക്കല്ലേ, അവനാന്റെ കുട്ടിന്റെ കല്യാണല്ലേ. ഇപ്പൊ ഇട്ടറിന് പോണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിൽ തുണി കുപ്പ എടുക്കലും എല്ലാ പരിപാടി കഴിച്ചു. അപ്പോഴാണ് ഇപ്പൊ ഈ പരിപാടി ചെയ്തിട്ടുണ്ട്. പൈസ ഇല്ലായിട്ട് പോയതൊന്നുമല്ല, പൈസ ഒക്കെ ഓന്റെ കൈക്ക എല്ലാം തന്നകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഉസാറായിട്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് എന്തിനാ ഈ പണി ചെയ്തു എന്നാവും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഓട്ടിയോർത്ത് കാണിച്ചല്ലേ, ആൾക്കാരെ ക്ഷണിച്ചത് നിങ്ങളാണ്. ഇങ്ങനൊരു ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അതേമാതിരി ചെറിയനും ചോദിച്ചിട്ടുണ്ട്. മറ്റവനിപ്പോ ആൾക്കാരെ അറിയില്ല. ഞാൻ ബസലത്തരം കൊണ്ടാണ് ആണ്ട് വരാത്തത്. ആൾക്കാരെ മുന്നിലേ തല പൊന്തിച്ച് വർത്താനം പറയേണ്ട മടിയുണ്ട്. ഞമ്മക്കൊരു മാനക്കെട്ടുണ്ടാവില്ല ഈ കാട്ടിക്കൂട്ടൽ കാട്ടുമ്പോൾ. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഓ പിന്നെ രാജ്യം വിട്ടക്കൊണ്ട് വേറെ പെണ്ണെട്ടിക്കാണ്ട് ഇനി കുട്ടികളെ കയറ്റിക്കൊണ്ട് വരും, അതിന് ഈ വാപ്പ കെട്ടിച്ചേണ്ടിയിരുന്നു. ഇച്ചപ്പം എൻ്റെ ഒരു പേരക്കുട്ടിനെ കെട്ടിച്ചു വെച്ചിട്ട് ഒന്നും വരാനില്ല, അതിനുള്ള മുതൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മാനക്കേടൊന്നും ഇച്ചില്ല. ഇനിയിപ്പോ ഉസ്താദെ എൻ്റെ മോൻ ജീവിച്ചിരിക്കണില്ലെങ്കിലേ വല്ലിപ്പ എന്നുള്ള നിലയിലേ ഞാൻ എൻ്റെ പേരക്കുട്ടിനെ കെട്ടിച്ചണ്ടേ. അത് ഞാൻ ചെജ്ജ് മുന്നിൽ നിൽക്കാണ്ട്. എന്നാലും ഇവൻ പോയ ഒരു കാര്യമാണ് തീരെ പുട്ടം കിട്ടാത്തത്. നിങ്ങൾ ഒന്നും എൻ്റെ പെൺ പേര് ഒരു സംഗതി ഇങ്ങോട്ട് പറയാം. എന്തോ ഉസ്താദ് നിങ്ങൾ പറയാണ്ടെന്ന് പറഞ്ഞത്? അബ്ബാസ് പോണീന് മുമ്പേ ഓ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഓന് ഫോണില് ഒരു ബയല് കേട്ടതാണ്. കേട്ടപ്പോൾ ഓനൊരു യക്കശാങ്കിയും സംശയമൊക്കെ വന്നു. അപ്പൊ എന്നോട് അത് അതിന് നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു മോലേര് നിലക്ക് അതിന്റെ 10 രൂപ ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ള ആദ്യം അവന് പറഞ്ഞു കൊടുത്തും ചെയ്യും. എത്തപ്പോ ഫോണിലൊക്കെ കണ്ടുകാണ്ടേ നിങ്ങളോട് 10 രൂപ ചോദിച്ചാന് എന്താ സംഗതി? ഒരു ബാപ്പ എന്നുള്ള നിലക്ക് നിങ്ങളോട് ഈ കാര്യം പറയാൻ ഓന് പരിമിതികളുണ്ട്. എത്തപ്പോ ഇന്നോട് തുറന്നു പറയാൻ പറ്റാത്ത സംഗതി ഓനുള്ളത്? എല്ലാ കാര്യങ്ങളും ഉസ്താദെ ഓൻ എന്നോട് പറയലുണ്ടല്ലോ. ഇന്നിപ്പോ ഈ നിക്കായി വെക്കുന്ന കുട്ടി നിങ്ങളെ പേരക്കുട്ടി ഇവനെ ഈ പൊലിനെ കെട്ടിണീന് മുമ്പ് ഉണ്ടായതാണ്. എത്ര പഠിച്ചോനെ ഞാൻ ഈ കേൾക്കേണ്ടത്? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ കുട്ടി ഓന് ഹലാലായ മാർഗത്തിലുണ്ടായതല്ല. അപ്പൊ അതുകൊണ്ട് അതിന് നിക്കായ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഓന് പറ്റില്ല. ബാപ്പാന്ന് നിരത്തി കളാപ്പാക്കും പറ്റും, വല്യപ്പാക്കും പറ്റും. ആ ഒരു പ്രശ്നം കാരണത്താലാണ് ഓമ്പ് മാറുന്നത്. ഞാൻ മാറാൻ പറഞ്ഞതാണ്. എങ്ങനെയൊക്കെയാണ് ഉസ്താദെ? ഏതായാലും നിങ്ങൾ ഓനെ പറഞ്ഞയച്ചത് നന്നായി. കാരണം ആ പെണ്ണിന്റെ കല്യാണം കൂടി ഹലാലായ രൂപത്തിലാവില്ലല്ലോ പോവാൻ നിക്കായ് കൊടുത്താൽ. ഞാൻ കജ്ജോർത്തോണ്ട് എൻ്റെ പേരക്കുട്ടിക്ക് അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കല്യാണം നമുക്ക് എല്ലാവർക്കും കൂടിക്കാണ് നടത്താം. പൊന്നാര മക്കളെ, നിങ്ങളിപ്പോൾ കണ്ടില്ല ഈ വീഡിയോ, എല്ലാ വീഡിയോയിലും വീരാങ്ക് ഒരു മെസ്സേജൊക്കെ തരുന്നുണ്ട്. ഇതിൽ മെസ്സേജായിട്ട് വീരാങ്കൊക്കെ ഒന്നും പറയാനില്ല. കാരണം പറഞ്ഞാലേ തെറ്റായി പോകും ചിലപ്പോൾ. അതുകൊണ്ട് ഇങ്ങനൊന്നും ആർക്കും ഒരാളെ ജീവിതത്തിൽ ഇല്ലാതിരിക്കട്ടെ, അതാണ് ഈ വീരാങ്കൊക്കെ പറയാനുള്ളൂ.